കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ചപ്പോൾ ഉള്ള ഒത്തിരി ഹാപ്പി മൊമെൻറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ ഇനി എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഈ മൊമെൻറ്റ്സ് റിലീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കണം. സോ ഓൺ ടു ദ വ്ലോഗ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ ഇന്നൊരു സ്റ്റേക്കേഷന് പോവാണ്. നമ്മൾ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആണ് പോണേ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു 2 വർഷത്തിന് ശേഷം 2.5 ഈ നവംബർ ആകുമ്പോൾ 3 വർഷവും ഞാൻ പോയിട്ട്. അപ്പോൾ അത് അത്രയും കഴിഞ്ഞിട്ടാണ് അത്രയും നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരെല്ലാവരും മീറ്റ് ചെയ്യാൻ പോണേ. ഇപ്പോൾ ഇവളെ ഞാൻ ആദ്യം മീറ്റ് ചെയ്തു. ഇവള് ഡയറക്റ്റ് എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഇനി റിസോർട്ടിലേക്ക് പോകാൻ പോണേ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം ഡയറക്റ്റ് അങ്ങോട്ടേക്ക് എത്തും. നമ്മളപ്പോൾ ടോട്ടൽ 5 പേരാണ് ഉണ്ടാവുന്നത്. പിന്നെ അനീറ്റ വരേണ്ടതായിരുന്നു. അനീറ്റയ്ക്ക് പനി ആയതുകൊണ്ട് അവൾ വരത്തില്ല. പിന്നെ സോനയും അലീനയും സാൻഡ്രയും അങ്ങോട്ട് വരും. ഞാനും ജസ്റ്റിനും കൂടെ നമ്മൾ ഇവിടെ ചെല്ലും. അങ്ങനെയാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും നമ്മൾ ചില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണനാണ്. കണ്ണൻ ഇപ്പോൾ അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യും. സോ കണ്ണൻ ഓടിക്കുന്നു. സൈഡിൽ അപ്പു ഇരിപ്പുണ്ട്, ഇപ്പുറത്തെ ചോദ്യത്തിരിപ്പുണ്ട്. അപ്പോൾ ഇവര് നമ്മളെ കൊണ്ടാക്കിയിട്ട് ഇവരിങ്ങോട്ട് പോരും. ഇവിടെ കറങ്ങാൻ പോകും. സോറി, അവരെവിടെയെങ്കിലൊക്കെ പോകട്ടെ ഗൈസ്. പിന്നെ ഇന്നത്തെ വീഡിയോന്റെ മെയിൻ ഒരു പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എൻ്റെ ഒരു ഫ്രണ്ടിനെ നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകും. എന്ന് വെച്ചാൽ ഞാൻ പറയല്ലേ, അതുകൊണ്ടാണ് ഞാൻ അപ്പൊ അലീനെ സർപ്രൈസ് ചെയ്യാൻ ആയിട്ടാണ് നമ്മളെല്ലാം. അപ്പം അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾക്ക്. ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ് ഞങ്ങൾക്ക്. കാരണം ഇവിടെയാണ് നമ്മുടെ കോളേജ്. അപ്പോൾ നമ്മളെല്ലാവരും സെൻറ്റ് ട്രീസാസ് കോളേജിലാണ് പഠിച്ചത്. ഇവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ആവുന്നത്. അത് കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ, ഒരുപാട് ലോട്ട്സ് ഓഫ് മെമ്മറീസാണ് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ളത് ഇവിടെ നിന്ന്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളിത് റിസോർട്ടിനടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഈ പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ആദ്യം ജസ്റ്റീനകത്തേക്ക് കയറട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോ എത്തി, ഞാനും വിസ്മയും ഇവിടെ എത്തി. സർപ്രൈസ് ഒക്കെ കഴിഞ്ഞു. അതിവിദഗ്ധമായി ഞങ്ങൾ സർപ്രൈസിൽ വിജയിച്ചു ഗൈസ്. ഇതൊരു അടിപൊളി റിസോർട്ടാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ റിസോർട്ടിന്റെ ടൂർ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ പൂൾ, പ്രൈവറ്റ് പൂളാണ്. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ. പക്ഷെ നമുക്ക് ആർക്കും അങ്ങനത്തെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും വന്നില്ല. ഫ്രീക്വൻ്റ് ആയിട്ട് കോൾ ചെയ്ത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല നമ്മൾ. പക്ഷെ വിളിക്കുന്ന സമയത്ത് കുറേ സമയം സംസാരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാവുന്നൊരു സ്പേസ് നമ്മുടെ ഇടയിലുണ്ട്. അതിപ്പോൾ ഇതിൽ ആരുടെ അടുത്ത് വേണമെങ്കിലും നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളും കൂടി ഉണ്ടാവേണ്ടതായിരുന്നു. അനീറ്റയ്ക്ക് പനി ആയതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഒരുപാട് അവളെ മിസ് ചെയ്തു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ നെക്സ്റ്റ് ട്രിപ്പിൽ എന്തായാലും സെറ്റാക്കും. ഇവിടെ തൊട്ടടുത്ത് തന്നെ ബീച്ചുണ്ട്. അപ്പോൾ അവിടെ പോകാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നത്. അങ്ങനെയാണ് പിന്നെ വിശപ്പൊക്കെ മാറ്റിയിട്ട് നമുക്ക് പതിയെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ ഇത് കഴിച്ചിട്ട് നേരെ നമ്മൾ ബീച്ചിൽ പോവാം. നമ്മളപ്പോൾ ബീച്ചിലേക്ക് പോകാൻ പോവാണ്. വൈകുന്നേരം ഒരു 5:36 ആയിട്ടുണ്ടല്ലേ? ഞങ്ങളിപ്പോ ബീച്ചിലോട്ട് പോകുമ്പോ ഞങ്ങള് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു. സെറ്റായി, ചെറുതായിട്ടല്ല, കുറച്ചാണ് ഫുഡ് കഴിച്ച് സെറ്റായി. ഇനി നമ്മൾ ബീച്ചിൽ പോകാൻ പോവാണ്. ഇവിടെ സാൻഡ്രയുടെ ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ബീച്ചിൽ പോയിട്ട് വരാം.
laying low, place to go. Select desert. കുറേ നേരമായിട്ട് ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമുക്ക് ബീച്ചിൻ്റെ എൻട്രൻസ് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ലൈറ്റും എല്ലാം പോകും തോന്നുന്നു ഗൈസ്. പക്ഷേ ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടില്ല ഗൈസ്. യെസ്, പക്ഷെ നമ്മൾ ഒപ്പിക്കും അല്ലേ? ഇതേപോലെ നീ കിട്ടിയൊക്കെ ഇതേപോലെ മാത്രമല്ല, ഇതേപോലെ ഇതേപോലെ ഒക്കെ അതേപോലെ അതേപോലെ. Through the window, lazy haze filled up the room. Got no plans, just me and you. Time slows down. ഒരിടവഴി കൂടെ കയറി നമ്മൾ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. It's a laugh, no need to move. It's a lazy weekend, just you and me, wrapped up in blankets, under the sheets, lost in the moment, in our own dream. In this lazy weekend, we're wild and free. It's a laugh, no need to move. It's a lazy weekend, just you and me, wrapped up in. നമ്മളിത് ഇവിടെ ഒരു കടയിൽ ജീരക സോഡ കുടിക്കാമെന്ന് പറഞ്ഞ കയറിയതാണ്. ഇവൾക്ക് ഉപ്പ് സോഡ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ബാക്കി ഞങ്ങളെല്ലാവരും സോറി എനിക്കറിയാലോ. അപ്പം ബാക്കി ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ജീരക സോഡ കുടിച്ചിട്ട് ഇറങ്ങാം. ജീരക സോഡ ഇല്ല ഗൈസ്. ജീരക സോഡ ഉപ്പ് സോഡയിൽ ഒതുക്കാം. അതെ. നമ്മൾ തിരിച്ചെത്തി. The sheets, lost in the moment, in our own dream. In this lazy weekend, we're wild and free. Lazy weekend, just you and me. We're wild and free. ഓണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നമ്മൾ പോയതുകൊണ്ട് അവിടെ അടുത്തൊക്കെ ഓണപ്പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ഒച്ചത്തിൽ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. ബീച്ചിൽ നിന്ന് വന്നിട്ട് നമ്മൾ കുറച്ച് നേരം റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് പൂളിലിറങ്ങിയിട്ട് പ്രത്യേകിച്ച് ആർക്കും നീന്താനൊന്നും അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെയും വെച്ച് റീൽസ് എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇന്ന് നമുക്ക് ഉറങ്ങണ്ട, നേരം വെളുക്കുന്നവരെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ ടീംസൊക്കെ ആദ്യം തന്നെ കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയായിരുന്നു കുറേ നേരം സംസാരിച്ചിരുന്നത്. എൻ്റെ ലൈഫിൽ ഒരുപാട് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്. ആൻഡ് ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു വാംത്ത് എന്ന് പറയില്ല, ഒരു കംഫർട്ട് സോണാണ് ആക്ച്വലി. അത് ഹിറ്റ്സ് ഡിഫറെൻറ്റ്. ഗുഡ് മോർണിംഗ്. നമുക്ക് അവരെ എഴുന്നേൽപ്പിക്കാൻ പോകാം ഗൈസ്. നല്ല ഉറക്കമാണ്, നമുക്ക് ചെന്ന് കുത്തിപ്പോക്കാം ഗൈസ്. ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? Back in promise change the county out of whack. I'm leaving and I'm never coming back. Don't wanna deal with you, don't wanna feel for you. It's your loss. അപ്പം നമുക്ക് ഈ ഒരു ബെല്ല വിസ്റ്റ എന്ന് പറയുന്ന റിസോർട്ടിലെ ഹോം ടൂർ ആണ്. സോറി, നമ്മളുടെ റിസോർട്ടിന്റെ പേര് ബെല്ല വിസ്റ്റ. വളരെ നല്ലൊരു ചുറ്റുപാടാണ് ഇതിനുള്ളത്.
ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ ബീച്ച് ഉണ്ട്. അപ്പൊ നല്ല രസമാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും ഈ ബീച്ചിന്റെ സൗണ്ട് കേൾക്കാൻ രസമല്ലേ. റിലാക്സിങ് സൗണ്ട്. വൈകുന്നേരം വന്നപ്പോ ഒരു സൺസെറ്റിന്റെ ടൈം ആയിരുന്നപ്പോ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പക്ഷെ ഉറങ്ങിപ്പോയി. അതെ. അപ്പൊ നമ്മള് നേരെ അകത്തേക്ക് കയറാട്ടോ. പരിവാരങ്ങള് എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു പൂളുണ്ട്. ദിസ് ഈസ് അവർ പൂൾ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ കുറെ റീൽസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അയക്കുന്നത്. നല്ലൊരു പൂളായി. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ കയറുമ്പോ തന്നെ ഇങ്ങനെ ഒരു ലിവിംഗ് റൂം. നമുക്ക് ഇവിടെ തന്നെ കിച്ചൺ ഉണ്ട്. ഏതോ അത് രാജാരവിവർമ്മ വരച്ച ഫോട്ടോ ഉണ്ട്. ആരെന്നറിയില്ല. നല്ലൊരു എസ്തെറ്റിക് സാധനം പറയാ. അതൊക്കെയുണ്ട്. ഇനി നമുക്ക് ഇവിടെ 2 ബെഡ്റൂം ആണുള്ളത്. ഇതൊരു ബെഡ്റൂം. ഇതേപോലെ തന്നെ സെയിം നമുക്ക് അപ്പുറത്തുണ്ട്. ഈ സെയിം പാറ്റേണിലാണ് അപ്പുറത്തുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഷെൽഫൊക്കെ ഉണ്ട്. പിന്നെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. ഇതൊരു സാധാരണ ഒരു കുഴപ്പമില്ലാത്തൊരു വാഷ്റൂം ആയിരുന്നു. ഇതിൽ നമുക്ക് ലൈറ്റ് ഒക്കെ മാറ്റാം. ഓ പുതിയ അതേട്ടാ. അപ്പം നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. പിന്നെ മേളില് നമുക്ക് മേളിലുണ്ട് കേട്ടോ. മേളിൽ ഇതേപോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നല്ല ഭയങ്കര ഒരു വ്യൂ. ഉണ്ട്, വ്യൂ ഉണ്ട്. ഇവിടെ നോക്കിയാൽ നേരെ ബീച്ച് കാണാം. ഇങ്ങനെ ഒന്ന് നീക്കി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ബീച്ച് കാണാൻ പറ്റും. ബീച്ചൊക്കെ കാണാൻ പറ്റും. അമ്മേ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഇവിടെ ഇനി നമുക്ക് നെക്സ്റ്റ് റൂം കാണാൻ പോവാം. അതും സെയിം പാറ്റേണിൽ തന്നെയാ. നോക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ സെയിം ടൈപ്പ് ഓഫ് ബെഡ്റൂം. ഇവിടെയും ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. ഇവിടെയും ലൈറ്റ് ലൈറ്റ്സ് ഉണ്ട്. പിന്നെ ഈ ലൈറ്റ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. രാത്രിയിൽ ഇട്ടപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. നമ്മള് റീൽസ് ഒക്കെ എടുത്തപ്പോ നല്ലൊരു അടിപൊളിയായിരുന്നു. വലിച്ചു പറിക്കണം. ഒന്നും കാണാൻ പറ്റാത്തൊരു പടച്ചിടാം. ഇത്രയാണ് നമ്മുടെ റിസോർട്ട്. നമുക്ക് ഇതേപോലെ തന്നെ മേളിലുണ്ട്. അവിടത്തെ പോലെ തന്നെ മേളിലുണ്ട്. പക്ഷെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. എനിക്ക് ഇഷ്ടമായത് ഇവിടത്തെ. നമ്മൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ ഇരുന്നിട്ടാണ് കഥയൊക്കെ പറഞ്ഞ് 2 മണിയൊക്കെ ആയപ്പോഴും ഉറങ്ങിയത്. നല്ല ഒരു ലൈറ്റ് ഒക്കെ കയറുന്ന ഒരു സ്പേസ് അല്ലേ. നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അടിപൊളിയായിരുന്നു. ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഇഷ്ടപ്പെട്ട് നമുക്ക്. ഇഷ്ടമായി. അപ്പൊ നമുക്ക് ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. സോ എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേക്കേഷൻ? നമ്മൾ ഒരുപാട് നാളെ വെയിറ്റ് ചെയ്ത് നമ്മള് കോളേജിൽ പോലും നമ്മൾ ഇങ്ങനെ ട്രിപ്സ് ഒന്നും കോളേജിൽ നമ്മൾ ട്രിപ്പിന് പോണെന്ന് വിചാരിച്ച് അന്ന് നമുക്ക് കൊറോണ ടൈം ആയിരുന്നു. പിന്നെ ലോക്ക്ഡൌൺ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തില് കംപ്ലീറ്റ് ആയിട്ടില്ല, 2 പേരില്ല. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. Hope you like the video. Like, share, subscribe. Bye. Time slows down when you're around. Feel the rhythm of our hearts pound. In the quiet we find the groove. Lost in love, no need to move. It's a love, no need to move. It's a lazy weekend, just you and me. Wrapped up in pink blankets under the sheets. Lost in the morning.